ഹായ് സ്റ്റുഡൻസ്, കീമുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യം, നിങ്ങൾ കീമിന് വേണ്ടി എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ, മെഡിക്കൽ അലൈഡ് കോഴ്സസ് ഓൾറെഡി അപ്ലൈഡ് ചെയ്ത ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും കോഴ്സുകളായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ നിങ്ങൾക്ക് മറ്റു കോഴ്സുകൾ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ഇനിഷ്യൽ ടൈമിൽ. അത് ആഡ് ചെയ്യാനുള്ള അവസരം ഇപ്പോൾ കീമിന്റെ കാൻഡിഡേറ്റ് പോർട്ടലിലൂടെ നൽകിയിരിക്കുകയാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് തന്നെ പറയാം. ഞാൻ കീമിന്റെ എഞ്ചിനീയറിംഗിന് വേണ്ടി മാത്രം അപ്ലൈ ചെയ്തൊരു സ്റ്റുഡന്റ് ആണ്. പക്ഷെ ഞാൻ ഓൾറെഡി നീറ്റ് എക്സാം എഴുതിയിരുന്നു. അപ്പൊ എനിക്ക് നീറ്റിന്റെ സ്കോർ സബ്മിഷൻ വഴി എനിക്ക് കീമിന്റെ കോളേജുകളിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് മെഡിക്കൽ കോഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പൊ നൽകിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇതിന്റെ വേറൊരു വെർഷൻ ഉണ്ട്, അത് ഞാൻ പറയാം. ഞാൻ കീമില് മെഡിക്കൽ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, കീം എക്സാം ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ എനിക്ക് എഞ്ചിനീയറിംഗ് ആഡ് ചെയ്യണം. അത് നടക്കൂല. എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റൂല. കാരണം കീം നടത്തിയ എഞ്ചിനീയറിംഗ്, ഫാർമസി പരീക്ഷകൾ നിങ്ങൾക്ക് ഇനി ഒരിക്കലും എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവിടെ ഇനി എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ. അപ്പൊ ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ പുതിയതായിട്ട് ഇനി ഇതുവരെ കീമിന് അപ്ലൈ ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് മെഡിക്കൽ അലൈഡ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സിൽ കീമിന്റെ ബേസിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവർക്കും പുതിയതായിട്ട് ആപ്ലിക്കേഷൻ തുടങ്ങാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ കീം നൽകിയിട്ടുള്ളത്. പിന്നൊരു കാര്യം, ഓൾറെഡി കീം അപ്ലൈ ചെയ്തിട്ടുള്ളവര്, അവർക്ക് ചിലപ്പോൾ EWSO അല്ലെങ്കിൽ OBCയോ അല്ലെങ്കിൽ NRI കോട്ടേന്റെ ക്ലെയിം ഉണ്ടായിരിക്കും. പക്ഷെ ആ ഒരു സമയത്ത് അവർക്ക് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ, ദാറ്റ് ഈസ് നമ്മുടെ NRI കോട്ടേന്റെയോ അല്ലെങ്കിൽ EWSന്റെയോ PWDന്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ SC/ST അല്ലെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സമയവും കൂടെ തന്നിട്ടുണ്ട്. ഇവിടുത്തെ സമയപരിധി ഒരു പ്രത്യേകം പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം. 23 ജൂൺ, ദാറ്റ് ഈസ് 23rd ഉച്ചയ്ക്ക് 12 മണി വരെ ഈ സമയം ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പൊ ഇതിനുള്ളിൽ തന്നെ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. എഞ്ചിനീയറിംഗോ, ഫാർമസിയോ, ആർക്കിടെക്ചറോ, മെഡിക്കൽ അലൈഡ് കോഴ്സുകളോ അപ്ലൈ ചെയ്തവർക്ക് അഡീഷണൽ ആയിട്ട് ഒന്നെങ്കിൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ള ഒരു അവസരവും, അല്ലെങ്കിൽ കീം ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്ക് മെഡിക്കലിലേക്കോ മെഡിക്കൽ അലൈഡിലേക്കോ ആർക്കിടെക്ചറിലേക്കോ പുതിയതായി കീം അപ്ലൈ ചെയ്യാനുള്ള അവസരവുമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അപ്പൊ അതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു കാര്യം, പുതിയതായി അപ്ലൈ ചെയ്യുന്നവർക്കും ഈ പറഞ്ഞ മൈനോറിറ്റി കോട്ട സർട്ടിഫിക്കറ്റ്സ് കൃത്യമായി ആ സമയത്തിനുള്ളിൽ 23-ാം തീയതിക്കുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇനി ഒരു എക്സ്ട്രാ ടൈം തരത്തില്ല. സോ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് പ്രധാന അപ്ഡേറ്റ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം 23-നൊക്കെ ശേഷമായിരിക്കും ഇനി നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു പരിധിക്കുള്ളിൽ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റ്, എഞ്ചിനീയറിംഗ്, ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇതിന് ശേഷം നിങ്ങൾ നീറ്റ് സ്കോർ ഒക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് നീറ്റിന്റെ റാങ്ക് ലിസ്റ്റ്, എന്തായാലും മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വരിക. അപ്പൊ ഈ ഒരു വരുന്ന ദിവസങ്ങളിൽ തന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് എക്സ്പെക്ട് ചെയ്യാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.